പോളിസാണ്, അടിപൊളി ടേസ്റ്റ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണേ പൈനാപ്പിൾ അച്ചാർ. ഓക്കെ, ഇപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ, എന്നിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം. അപ്പോൾ ഓടിപ്പോയി ഉണ്ടാക്കിക്കോ, അല്ല നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഓടിപ്പോയി ഉണ്ടാക്കാം, എന്നിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കും കമൻസിൽ. മുളകിന് ശേഷം ഞാൻ അവതരിപ്പിക്കുന്നു പൈനാപ്പിൾ അച്ചാർ. എന്തോ അൺഎക്സ്പെക്ടഡ്ലി ഞാൻ കോസ്റ്റ്യൂമോ പൈനാപ്പിളും സെയിം കളർ. ഓക്കെ, പൈനാപ്പിൾ യെല്ലോ ആണ്, ഞാൻ സെയിം ആയി. അപ്പൊ നമ്മള് ഒരു ചട്ടി വെച്ചു. അയ്യോ, ആവശ്യമുള്ള സാധനങ്ങൾ കണ്ടേ, കണ്ടാ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി ആൻഡ് പൊടികൾ, കടുക്, മഞ്ഞപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, പിന്നെ എണ്ണ. അപ്പൊ ഈ ചട്ടി നമ്മൾ ചൂടായി. ഓക്കെ ഗൈസ്, നമുക്ക് വേണം എണ്ണ ഒഴിക്കാം. അപ്പോൾ ഐ തിങ്ക് ഇത് മൊത്തം ഒഴിക്കാം, ആരും പേടിക്കണ്ട, ഞാൻ ഒറ്റയ്ക്കല്ല ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഉണ്ടാകും. Put some coconut oil, put some kadugumani, little karivepplas, kadugvara. അതിനുശേഷം നമ്മൾ വേപ്പിലിട്ട് പൊട്ടിക്കുന്നു. അതിനുശേഷം ഇഞ്ചി, ഇഞ്ചി എന്നെ പോലെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇടാക്കാം. അതിന് വെളുത്തുള്ളി ഇടാൻ തോന്നുന്നു, ചെറിയ പീസുകളൊക്കെ ആക്കി വെച്ചേക്കാൻ ഇടാമോ. എന്നിട്ട് വെളുത്തുള്ളി ഒന്ന് വഴണ്ട് വരുന്ന നേരത്തെ നമുക്ക് എന്ത് പച്ചമുളക് ഇടാലോ. ദെൻ നമ്മുടെ പച്ചമുളക് ആഡ് ചെയ്തു. കടുവറ അല്ല, മസാല പറ. ഇത് അച്ചാറിന്റെ മസാല അല്ലേ? അതെ, അച്ചാറിന്റെ ഇതാണ് മസാല. ഇതിപ്പോൾ നിങ്ങൾ ശരിക്കും ഞാൻ ഭയങ്കര വെറൈറ്റി ആയിട്ട് പൈനാപ്പിളൊക്കെ അച്ചാർ ഉണ്ടാക്കാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ ഫ്രണ്ടിന് അവളുടെ കോളേജിൽ മെഗാസദ്യ ഉണ്ട്, ഓണായിട്ട് ഗൈസ്. അപ്പോൾ മെഗാസദ്യ എല്ലാ കോളേജുകാർ വെറൈറ്റി സാധനങ്ങൾ നിരീക്ഷിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി അവൾ വെറൈറ്റി പിടിച്ച് പൈനാപ്പിൾ അച്ചാർ സെലക്ട് ചെയ്താൽ, പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമന്റ് ബിലോ, ഉണ്ടാക്കാത്തവർ ഇത് കണ്ടിട്ട് ഉണ്ടാക്കുക. ഓക്കെ, ഇത് നന്നായി വഴണ്ടിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ മസാല വഴണ്ടി വന്നപ്പോൾ അതായത് നമ്മുടെ മഞ്ഞപ്പൊടി ഒരു സ്വല്പം, അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്, പിന്നെ മുളക് പൊടി തട്ടിക്കോ, നമ്മുടെ ആവശ്യത്തിനുള്ളത് തട്ടിക്കോ. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് നന്നായി മൂക്കണം കേട്ടോ, ആസ് യൂഷ്വൽ എല്ലാ അച്ചാറും പോലെ തന്നെ. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ വേണം നമുക്ക് എന്തിടെ കായം, പിന്നെ കായം നന്നായി ഒന്ന് ഇതായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പറയാം, കായടാം, കായ ഇട്ടോ, കായപ്പൊടി. ശരി, ഉപ്പ് നമുക്ക് ഇപ്പോൾ തന്നെ ഇടാല്ലേ, നിങ്ങൾ ലാസ്റ്റ് മാറ്റിക്കണം എന്തായാലും. മൊത്തത്തിൽ തട്ടി കഴിച്ച് എന്നെ കൊണ്ട് വയ്യ ക്ഷമിച്ച് നിൽക്കാൻ. വേഗം മൂത്ത് അയ്യോ തീ കുറച്ചു. ഇങ്ങനെ നമ്മൾ ചൊറുക്ക് ഒഴിക്കാൻ പോകും. അപ്പോൾ അതേ നമ്മൾ ചൊറുക്കയും കൂടി ഒഴിച്ചു. ഇനി എന്താണെന്ന് വെച്ചാൽ ചൊറുക്ക് നന്നായി തിളക്കണം കേട്ടോ. അതേ കായൊക്കെ ബാക്കിൽ ചക്രത്തിൻ്റെ അതൊക്കെ ഇങ്ങോട്ട് വരും. ഓക്കെ, ഇനി നന്നായി ചൊറുക്ക നന്നായി തിളക്കണം, കാരണം അല്ലെങ്കിൽ അച്ചാറ് ചിക്കൻ. അപ്പോൾ നമ്മൾ തിളയ്ക്കണത് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നന്നായി തിള വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പൈനാപ്പിൾ ഇടാം. ഓക്കെ, വെയിറ്റ്. ആൻഡ് ഫൈനലി നമ്മുടെ പൈനാപ്പിൾ ഇടാൻ പോവുകയാണ്. തീ കുറവിലാണ് കേട്ടോ. എന്തുകൊണ്ടാണ്? പൈനാപ്പിൾ പ്ലും ഇരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പൈനാപ്പിൾ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പൈനാപ്പിൾ ഭയങ്കരമായിട്ട് വെന്ത് ബ്ലുമായി പോകും. രണ്ടും കൂടി എന്തായി പോകുന്നു? പൈനാപ്പിൾ ബ്ലുമായി പോകും. അച്ചാർ എപ്പോഴും ടേസ്റ്റ് ആവുന്ന എപ്പോഴാണ് ഇരിക്കുന്നതോറും ടേസ്റ്റ് വരും. പക്ഷെ നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് നാളെ കുട്ടി ക്ലാസ്സിൽ കൊണ്ടുപോകണമെന്നുണ്ടോ. എനിക്കിത് ടേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മളിതിപ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ്, കാരണം ആ ചൂടിലിരുന്ന് തന്നെ ഒന്ന് ഇതായിക്കോളും. ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഇതിൽ മസാലയും കാര്യങ്ങളൊക്കെ പിടിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ അച്ചാർ റെഡി. ഇതുപോലെ നിങ്ങൾ പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ. മിക്കവാറും ഇഷ്ടം, ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ, അത് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിൻ്റെ വീഡിയോ അടുത്തൊരു വീഡിയോ കാണുന്നത്.